എന്റെ ദൈവമേ, വി.ഡി. സതീശനെ കുറിച്ച് പറയാനാണെങ്കിൽ ഏകദേശം ഒരു 10-25 വർഷമായി തോന്നുന്നു എനിക്ക് തോന്നുന്നു ഈ പറവൂർ മണ്ഡലത്തിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. അവിടെ എന്തൊരു മണ്ണാങ്കട്ടാണ് ചെയ്തേക്കണത് ഞങ്ങൾക്ക് നമ്മളെ കണ്ടിട്ടില്ല. കഴിഞ്ഞ 25 വർഷം ഞാനൊക്കെ ജീവിച്ച കാലം തുടങ്ങി കാണുന്നതാണ് പറവൂര്. അങ്ങനെ തന്നെയാണ്, അതിലൊരു വ്യത്യാസം ഉണ്ടായില്ലേ. ഇപ്പൊ ഈ പ്രാവശ്യം ചന്ദ്രശേഖർ അവിടെ വന്നിട്ട് അദാലത്ത് നടത്തി 5000 പേരാണ് പങ്കെടുത്തത്. വീടില്ല, വെള്ളമില്ല, റോഡില്ല, പാലം പകുതി പണിക്ക് തീർത്തേക്കാണ്. ഇതാണ് വികസനം എന്ന് പറയുന്നത്. ഇവരെങ്ങനെയാണ് വികസനം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകല്ല. പിന്നെ ഈ പ്രാവശ്യം വി.ഡി. സതീശൻ അവിടെ 8 നിലയിൽ പോട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ അദ്ദേഹം ഒരു മുഖ്യമന്ത്രി ആകണം എന്ന് ആഗ്രഹിച്ചാണ് ഇപ്പോൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത്. പറവൂരിലെ ജനങ്ങൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഏത് രീതിയിലായിരിക്കും ഇത്തവണ കാണുക? പറവൂർ ഇവിടുന്ന് 4 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു സ്ഥലമാണ്. 25 വർഷമായി അദ്ദേഹം അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. 25 വർഷം നിങ്ങൾക്ക് പറവൂരിൽ എന്തെങ്കിലും കാണിച്ചു തരാൻ പറ്റും? പറവൂർ അന്ന് എന്തുണ്ട്? 25 വർഷം മുമ്പ് എന്ത് പറവൂരിലുണ്ട് അത് തന്നെയാണ് പറവൂർ ഇപ്പോഴും. പറവൂരിന്റെ ഏറ്റവും ഒരു മുഖ്യ ഘടകം, ഒരു ടൗണിന്റെ ഏറ്റവും മുഖ്യ ഘടകങ്ങളിൽ ഒന്നാണ് ആരോഗ്യപരം. പറവൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ നിങ്ങൾ ഇന്ന് പോയി നോക്ക്, എന്തെന്നാണ് അവിടെ അദ്ദേഹം ചെയ്തേക്കുന്നത്. അപ്പൊ അതിന് തൊട്ട് സൈഡിലുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഒന്ന് കണ്ടു നോക്ക്, എന്തെന്നാണത്. പറവൂർ ഒരു വികസനവും ചെയ്തത്, നാടൻ ഭാഷയെ പറഞ്ഞു ഒരു തേങ്ങയും ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങൾ വി.ഡി. സതീശനല്ല, അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ മണവാട്ടിയാണ്. ജമാഅത്തെ ഇസ്ലാമിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഞങ്ങൾക്ക് എന്താ പറഞ്ഞ പറ്റിക്കാൻ വേണ്ടി മാത്രം വന്നൊരു മനുഷ്യൻ. 10 മിനിറ്റ് 20 മിനിറ്റ് എന്നും പറഞ്ഞു വന്ന് ഈ മുനമ്പം ജനത ഏത് രീതിയിൽ ഇവിടെ നിന്ന് എടുത്തു മാറ്റാം എന്നുള്ളൊരു വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു വി.ഡി. സതീശൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറമുള്ള 4 കിലോമീറ്റർ അപ്പുറമുള്ള അതേ മണ്ഡലത്തിലുള്ളതാണ്. പക്ഷേ മുനമ്പം ജനതയെ പറ്റിച്ചത് ആദ്യമായി, അതായത് 10 മിനിറ്റ് 20 മിനിറ്റ് 30 മിനിറ്റ് കൊണ്ട് ഞാൻ ഈ പ്രശ്നം തീർക്കാമെന്നും പറഞ്ഞു വന്നതല്ലാതെ അവരുടെ വശത്ത് നിന്നൊന്നും ഉണ്ടായിട്ടില്ല. കാരണം നമസ്കാരം, ഫിലിപ്പ്. ചേട്ടാ, ഇപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് കളിക്കുകയാണല്ലോ. ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ LDF-ഓ UDF ഈ 2 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മുനമ്പം സമര സമിതിയുടെ അവസ്ഥ എന്താകും? ഇപ്പൊ താങ്കൾ പറഞ്ഞ LDF-ഓ UDF-ഓ വരുമെന്ന് ആരാ പറഞ്ഞത്? BJP എവിടെയാണ് അവരുടെ സ്ഥാനം? BJPക്ക് ശക്തമായ സാന്നിധ്യം ഇപ്പൊ കേരളത്തിലുണ്ട്. അപ്പൊ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഒരു ത്രികോണ തെരഞ്ഞെടുപ്പാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണെന്ന് ഞാൻ പറയും. കാരണം BJPയും LDF-ഉം UDF-ഉം തമ്മിലാണ്. മുനമ്പം സമരത്തെ സംബന്ധിച്ചിടത്തോളം BJP ആണ് ഞങ്ങളെ രക്ഷിച്ചത്. അതിനുള്ള ഏറ്റവും വലിയൊരു തെളിവായിരുന്നു ഇവിടെ BJPയുടെ ഒരു സാന്നിധ്യം പോലും ഇല്ലാതിരുന്ന ഈ ഒരു കൊച്ചു പ്രദേശത്ത് ഞങ്ങൾ ആദ്യമായിട്ട് ഒരു BJPയുടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി വിജയിപ്പിക്കുകയും അദ്ദേഹം ഇന്ന് ഞങ്ങളുടെ പഞ്ചായത്തിലെ ഒരു മെമ്പർ കൂടിയാണ്. ഇവിടെ ഈ ഏറ്റവും പ്രധാനമായിട്ട് ഈ കോൺഗ്രസിന്റെയും CPM-ന്റെയും നേതാക്കന്മാർ പല ഘട്ടങ്ങളിലും വന്നിട്ടുണ്ട്. അതിൽ മുഖ്യമായിട്ട് വി.ഡി. സതീശൻ, അദ്ദേഹം നിങ്ങളുടെ അടുത്ത പ്രദേശത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളെല്ലാവരെയും അടുത്തറിയാവുന്ന വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് ഏത് തരത്തിലാണ് ഫീൽ ചെയ്തത്? അദ്ദേഹത്തിന് ഞങ്ങൾ വി.ഡി. സതീശനല്ല, അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ മണവാട്ടിയാണ്. ജമാഅത്തെ ഇസ്ലാമിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഞങ്ങൾക്ക് എന്താ പറഞ്ഞ പറ്റിക്കാൻ വേണ്ടി മാത്രം വന്നൊരു മനുഷ്യൻ. 10 മിനിറ്റ് 20 മിനിറ്റ് എന്നും പറഞ്ഞു വന്ന് ഈ മുനമ്പം ജനത ഏത് രീതിയിൽ ഇവിടെ നിന്ന് എടുത്തു മാറ്റാം എന്നുള്ളൊരു വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു വി.ഡി. സതീശൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറമുള്ള 4 കിലോമീറ്റർ അപ്പുറമുള്ള അതേ മണ്ഡലത്തിലുള്ളതാണ്. പക്ഷേ മുനമ്പം ജനതയെ പറ്റിച്ചത് ആദ്യമായി, അതായത് 10 മിനിറ്റ് 20 മിനിറ്റ് 30 മിനിറ്റ് കൊണ്ട് ഞാൻ ഈ പ്രശ്നം തീർക്കാമെന്നും പറഞ്ഞു വന്നതല്ലാതെ അവരുടെ വശത്ത് നിന്നൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഏറ്റവും വലിയ ചതി ഞങ്ങളോട് ചെയ്തത്, ഞങ്ങളോട് ഡയറക്റ്റ് വിളിച്ച് സംസാരിച്ചത് ഹൈബീഡ് എന്ന് പറയുന്ന ഒരു ഗതികെട്ട MP ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പൊ അദ്ദേഹമാണ് ആദ്യം പറഞ്ഞത്, അവര് നിങ്ങളെ ഇവിടെ നിന്ന് മാറ്റാൻ പോവുകയാണ്, അപ്പൊ നിങ്ങൾ എന്തായാലും മാറിക്കൊടുക്കേണ്ടി വരും, അവര് നിങ്ങളിൽ ശക്തരാണെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി സംസാരിച്ച 2 വ്യക്തികളാണ് ഈ വി.ഡി. സതീശൻ എന്ന് പറയുന്ന വ്യക്തിയും ഹൈബീഡ് എന്ന് പറയുന്ന വ്യക്തിയും. അപ്പൊ അവരെന്തോരം ഈ മുനമ്പം ജനതയ്ക്ക് മുനമ്പം സമരത്തിന് സംഭാവന ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾക്കറിയാം. ആരോടും പറയേണ്ട ആവശ്യമില്ല, കേരളം മൊത്തം എല്ലാവർക്കും അറിയാവുന്നതാണ്. ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി മാത്രം വന്ന ഒരാളാണ് അത്. ഇപ്പോ എന്താ പറയുന്നത്, ജമാഅത്ത് ഇസ്ലാമിയുടെ മണവാട്ടിയായിട്ട് ഇങ്ങനെ നടക്കുകയാണ്, കല്യാണത്തിന് ഒരുങ്ങി നടക്കുന്ന ഒരു പെണ്ണിനെ പോലെ ഇങ്ങനെ ജമാഅത്ത് ഇസ്ലാമിനെ. കാരണം ജമാഅത്ത് ഇസ്ലാമിയുടെ ഗൂഢതന്ത്രമായിരുന്നു മുനമ്പം കയ്യേറുക എന്നും മുനമ്പം ജനതയെ ഇവിടുന്ന് ഒഴിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു വ്യക്തമായിട്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തിനെ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ അദ്ദേഹം ഒരു മുഖ്യമന്ത്രി ആകണം എന്ന് ആഗ്രഹിച്ചാണ് ഇപ്പോൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത്. പറവൂരിലെ ജനങ്ങൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഏത് രീതിയിലായിരിക്കും ഇത്തവണ കാണുക? പറവൂർ ഇവിടുന്ന് 4 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു സ്ഥലമാണ്. 25 വർഷമായി അദ്ദേഹം അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. 25 വർഷം നിങ്ങൾക്ക് പറവൂരിൽ എന്തെങ്കിലും കാണിച്ചു തരാൻ പറ്റും? പറവൂർ അന്ന് എന്തുണ്ട്? 25 വർഷം മുമ്പ് എന്ത് പറവൂരിലുണ്ട് അത് തന്നെയാണ് പറവൂർ ഇപ്പോഴും. പറവൂരിന്റെ ഏറ്റവും ഒരു മുഖ്യ ഘടകം, ഒരു ടൗണിന്റെ ഏറ്റവും മുഖ്യ ഘടകങ്ങളിൽ ഒന്നാണ് ആരോഗ്യപരം. പറവൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ നിങ്ങൾ ഇന്ന് പോയി നോക്ക്, എന്തെന്നാണ് അവിടെ അദ്ദേഹം ചെയ്തേക്കുന്നത്. അപ്പൊ അതിന് തൊട്ട് സൈഡിലുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഒന്ന് കണ്ടു നോക്ക്, എന്തെന്നാണത്.
പറവൂർ ഒരു വികസനവും ചെയ്തില്ല. നാടൻ ഭാഷയെ പറഞ്ഞ ഒരു തേങ്ങയും ചെയ്തിട്ടില്ല. ചുമ്മാ ഇങ്ങനെ രാവിലെ തുടങ്ങി ഇങ്ങോട്ട് കാറിന് അങ്ങാടി ഇങ്ങാടും നടക്കും, അത് ഇതാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കും. എന്തെന്നാണ് വികസനം? വികസനം കാണാനുള്ളതാണ്. എന്തെന്നാണ് വികസനം അവിടെ കാണിക്കാനുള്ളത്? ഈ പറ്റിച്ച് ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ നടക്കുക. ഇപ്പൊ ഞങ്ങളുടെ ഇങ്ങോട്ട് വരുന്നില്ല, കാരണം ഞങ്ങളുടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അതേപോലെ സ്വീകരണങ്ങളാണ് അദ്ദേഹത്തിന് കൊടുത്തു വിട്ടേക്കുന്നത്. ഇപ്പോൾ ഈ വി.ഡി. സതീശനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹം ഇവിടുത്തെ പ്രത്യേകമായിട്ട് മുസ്ലിം സംഘടനകളോട് അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം ഈ വിജയിച്ചു വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥ? ആരാണ് പറഞ്ഞത് അദ്ദേഹം വിജയിച്ചു വരുമെന്ന്? അദ്ദേഹത്തിന് ചിലപ്പോൾ ഇതുണ്ട്, ഞങ്ങൾക്ക് ഇതുവരെയും തോന്നുന്നില്ല വിജയിച്ചു വരുമെന്ന്. കാരണം ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിന്റെ ഗതി മാറിക്കൊണ്ടിരിക്കുകയാണ്. വി.ഡി. സതീശൻ പറഞ്ഞിട്ട് നടക്കുന്ന നുണകൾ വിശ്വസിക്കുന്ന ആൾക്കാരല്ല ഇന്നത്തെ കാലഘട്ടങ്ങളിലുള്ളത്. ആൾക്കാർ കാലങ്ങളെല്ലാം മനസ്സിലാക്കി. എസ്പെഷ്യലി അദ്ദേഹം ആദ്യം പറവൂരിൽ നിന്ന് വിജയിച്ചു വരട്ടെ. ഇപ്പൊ വിജയിച്ചിട്ടുണ്ടല്ലോ, അവിടെ വിജയിച്ചു വരട്ടെ. വിജയം ആർക്കും പ്രഖ്യാപിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ആര് വിജയിക്കണമെന്നും. വികസനം എന്താണെന്ന് ജനങ്ങൾ കണ്ടു മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് വികസനം. അപ്പൊ ചേട്ടന്റെ ഒരു കാഴ്ചപ്പാടിൽ പറവൂരിൽ വി.ഡി. സതീശൻ പരാജയപ്പെടും എന്ന് തന്നെയാണോ? പരാജയപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങും. ഞങ്ങൾക്ക് മുനമ്പം ജനതയെ ചതിച്ചത് ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ഞങ്ങൾ അവിടെ ഇറങ്ങി പ്രവർത്തിക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ് ഞങ്ങൾ നടക്കുന്നത്. ഞങ്ങൾ BJPക്ക് വേണ്ടി, BJP ആണ് ഇപ്പോൾ അവിടെ സ്ഥാനാർത്ഥിയത്. അപ്പം മുനമ്പം ജനതയുടെ ഏറ്റവും വലിയൊരു നന്ദി പ്രകടനമായിരിക്കും ഞങ്ങൾ പറവൂർ ഇറങ്ങി ചെയ്യാൻ പോകുന്നത്. ഞാൻ വിശ്വസിക്കാമെന്ന് വിശ്വസിക്കാം. കാരണം അവിടെ ഉള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം വി.ഡി. സതീശനും UDF എന്താണ് മുനമ്പത്തിനോട് വേണ്ടി ചെയ്തതെന്നുള്ളത്. അപ്പോൾ മുനമ്പം ജനതയുടെ ഒരു ചെറിയൊരു പ്രതിനിധി എന്ന നിലയിൽ ഞങ്ങൾ കിട്ടാവുന്ന ആൾക്കാർ കിട്ടാവുന്ന വീടുകൾ കയറി ഇറങ്ങി വി.ഡി. സതീശനെ പരാജയപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടായിരിക്കുള്ളൂ ഞങ്ങളുടെ ക്യാമ്പയിൻ. നമസ്കാരം. പേരെന്തായിരുന്നു ചേട്ടാ? നിക്സൺ. ചേട്ടാ, ഈ നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി.ഡി. സതീശൻ, അദ്ദേഹത്തിന്റെ പറവൂരിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? സംതൃപ്തരാണോ നിങ്ങൾ ഓരോരുത്തരും? എന്റെ തെയ്യവേ, വി.ഡി. സതീശനെ കുറിച്ച് പറയാനാണെങ്കിൽ ഏകദേശം ഒരു 10-25 വർഷമായി തോന്നുന്നു എനിക്ക് തോന്നുന്നു ഈ പറവൂർ മണ്ഡലത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. അവിടെ എന്തൊരു മണ്ണാങ്കട്ടാണ് ചെയ്തേക്കണത് ഞങ്ങൾക്ക് നമ്മളെ കണ്ടിട്ടില്ല. കഴിഞ്ഞ 25 വർഷം ഞാനൊക്കെ ജീവിച്ച കാലം തുടങ്ങി കാണുന്നതാണ് പറവൂര്. അങ്ങനെ തന്നെയാണ്, അതിലൊരു വ്യത്യാസം ഉണ്ടായില്ലേ. ഇപ്പൊ ഈ പ്രാവശ്യം രാജചന്ദ്രശേഖർ അവിടെ വന്നിട്ട് അദാലത്ത് നടത്തി 5000 പേരാണ് പങ്കെടുത്തത്. വീടില്ല, വെള്ളമില്ല, റോഡില്ല, പാലം പകുതി പണിക്ക് തീർത്തേക്കാണ്. ഇതാണ് വികസനം എന്നുള്ളത്. ഇവരെങ്ങനെയാണ് വികസനം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകല്ല. പിന്നെ ഈ പ്രാവശ്യം വി.ഡി. സതീശൻ അവിടെ 8 തലയിൽ പോട്ടോന്നാണ് എനിക്ക് തോന്നുന്നത്. ചേട്ടാ, ഇപ്പോ ഈ മുനമ്പം സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടടക്കം താങ്കളുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്? വി.ഡി. സതീശനെ പോലുള്ള ആളുകൾ ഏത് തരത്തിലുള്ള ഇടപെടലാണ് നടത്തിയിരിക്കുന്നത്? വി.ഡി. സതീശന് മാത്രമല്ല, ഇവിടെ ഇപ്പൊ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ട്. ആ ഇലക്ഷന്റെ തൊട്ടുമുമ്പ് വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. അച്ഛന്മാര ഈ തികച്ചും പറ്റിച്ചിട്ടാണ് പോയത്. എന്ന് വെച്ചാല് ഞങ്ങൾ ഇപ്പൊ തന്നെ ചെയ്തു തരാന്ന് പറഞ്ഞ്, അപ്പൊ അവങ്ങളുടെ വിചാരം ഇപ്പൊ തന്നെ ചെയ്തു തരുമെന്ന് പറഞ്ഞ് ഉള്ളൊരു തോന്നല് അവർക്ക് സംഭവിച്ചു. ആ സമരം നിർത്തിയൊന്നും നിങ്ങൾ എല്ലാരും കണ്ട കാര്യമാണ്. സമരം നിർത്തിയത് എന്ത് പറഞ്ഞാൽ നിർത്തിയത്? എല്ലാ റവന്യൂ അധികാരങ്ങളും സ്ഥാപിച്ചു തരാന്ന് പറഞ്ഞ് അച്ഛന്മാരായ അച്ഛന്മാര് അത് വിശ്വസിച്ച്, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അവസാനം ഞങ്ങൾക്ക് ഉണ്ടായ കരടക്ക് വരെ പോകാൻ പറ്റിയ അവസ്ഥയായി. കാരണം എന്ന് വെച്ചാൽ ഇവര് കോടതി ലക്ഷ്യത്തിനാണ് കോടതി ആകെ കരടക്കാണ് ഞങ്ങൾക്ക് തന്നത്. അതുപോലും പോകാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മാറി. ഇപ്പൊ അച്ഛൻ കഴിഞ്ഞ ആഴ്ച പറയണ് ഞങ്ങൾ വീണ്ടും സമരം തുടങ്ങാൻ വേണ്ടത്. ഇപ്പൊ അവിടെ പോയിട്ട് ഈ മറ്റേ ഈ വക്കഫ് ബോർഡിന്റെ അവിടെ പോയി സമരം തുടങ്ങാൻ വേണ്ടത്. അപ്പൊ ആ രീതിയിൽ ഈ രണ്ട് പാർട്ടിയും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളെ മൊത്തം. ഈ ജനങ്ങൾക്ക് ഇത് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പേരിൽ ഞാൻ വേണമെന്ന് വെച്ചാല് ഇനി ഈ വേറൊരു തരത്തിലേക്ക് നമ്മൾ മാറിയാൽ മാത്രമേ നമ്മുടെ ഈ കേരളം രക്ഷപ്പെടുള്ളൂ. അല്ലാതെ നമ്മ ഈ രണ്ടെണ്ണത്തുമ്പോ തൂങ്ങിക്കിടന്നിട്ട് കാര്യമില്ല. ഞാനൊക്കെ 10-20 വർഷം ഇതുമ്പോ തന്നെ ഒട്ടിനായ കാലം തുടങ്ങി ഈ ഇതുമ്പോ തന്നെ ഇട്ട് കുത്തിന്ന് വെച്ച ആളാണ്. പക്ഷെ മാറാണ്ട് നിർത്തിയില്ല, നമ്മ മാറി. അതായത് മാറിയാലേ പറ്റുള്ളൂ. മാറ്റം. ചേട്ടൻ ഏത് പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്? ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിനിധിച്ചാണ്. ഈ വി.ഡി. സതീശനെ പോലെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ നടത്തിയിട്ടുള്ള വികസനത്തിന്റെ പേര് വലിയ രീതിയിൽ അവരെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സത്യസന്ധമാണോ അത്? വി.ഡി. സതീശനെ ഒരു മനുഷ്യരോട് പറയണ ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വേണമെങ്കിൽ ഒന്ന് എടുത്തു നോക്കിയോ. വി.ഡി. സതീശനെ കുറിച്ച് പറഞ്ഞു കേട്ടാൽ തന്നെ നമുക്ക് തന്നെ നാണം തോന്നുന്നു. കാരണം വെച്ചാൽ അയാളെ സംബന്ധിച്ചുള്ള ഈ ഒരു വികസനം, അയാൾ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ പറഞ്ഞ പാവാട കഴി കിടക്കുന്ന ആളാണ്. അയാൾ ഇനി ഒന്നിനും പറ്റൂല. ദൈവത്തോർത്ത് ജനങ്ങളാരും ഈ വി.ഡി. സതീശനെ പോലുള്ള ആളെ ജയിപ്പിക്കില്ലെന്ന് ഞാൻ പറയുള്ളൂ. വലിയ ആത്മവിശ്വാസത്തിലാണല്ലോ പറവൂർ അദ്ദേഹം മത്സരിക്കാനായിട്ട് ഇത്തവണ ഇറങ്ങിയിരിക്കുന്നത്. സാധ്യമാകുമോ വിജയം? അയാളെ സംബന്ധിച്ചുള്ള അയാൾ ഈ പറഞ്ഞ കേസ് അയാൾക്ക് വെറുതെ കുത്തിക്കൊണ്ടിരിക്കില്ല. അയാൾ ഇപ്പോഴും 25 വർഷമായിട്ട് നൽകിയ കോൺഗ്രസ് പാർട്ടിയിൽ വേറെ ആളില്ലാണ്ടാണ് പറവൂർ മത്സരിക്കാനായിട്ട്. ഇവര് കൊടുക്കണോ? ഇവര് തന്നെ കയറിയെന്ന് ഇവര് തന്നെ ഈ കുറെ പാവങ്ങൾ ഇവരുടെ പുറകെ കിടപ്പുണ്ട് പാവ പോലെ. അല്ലെങ്കിൽ മാറിയെന്ന് കൊടുത്തൂടെ? 25 വർഷമൊക്കെയാണ് ഒരാൾ കൊണ്ടുനടക്കണ ഈ സാധനം. ഇവരെല്ലാരും അങ്ങനെയല്ലേ? അച്ഛന്മാരും മോന്മാറും ഇതിന്റെ പരിപാടി ഇവര് ചെയ്തുകൊണ്ടിരിക്കണത്. ഇപ്പൊ 2 പാർട്ടിയിലും അങ്ങനെ ആയിട്ടുണ്ട്.
ഈ ആ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ചെറുപ്പക്കാർ വരുമ്പോൾ മാറിയെന്ന് കൊടുക്കുമായിരിക്കും. എന്റെ വികസനം ആ ചെറുപ്പക്കാർ കാട്ടിത്തരും. അല്ലാതെ വി ഡി സതീശൻ അവിടെ ഒരു വികസനം നടത്തിയെന്ന് നിങ്ങൾ ഒരു സ്ഥലത്തൂടെ കാട്ടിത്തരാൻ പറ്റും ഞങ്ങൾക്ക്? ഞങ്ങൾ വരാം, ഞങ്ങളൊന്ന് കാട്ടിത്താ. എവിടെയാണ് ഈ വി ഡി സതീശൻ വികസനം നടത്തി? വി ഡി സതീശൻ വികസനം നടത്തിയിട്ടുണ്ട്, അത് അയാളുടെ പോക്കറ്റിലേക്കുള്ള വികസനം നടത്തിയേക്കണം, അല്ലാതെ വേറെ വികസനമൊന്നും ഞാൻ കണ്ടിട്ടില്ല.